പഴയ കാലഘട്ടത്തിലെ നടന്നുപോയിരുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതും സമസ്ത ഉണ്ടാക്കിയ കാലഘട്ടത്തിലുള്ള ബാഫത്തിന്റെ കാലത്തൊക്കെ ഈ സാദാത്തുക്കളായ ആത്മീയ നേതാക്കന്മാർ സമസ്തയുടെ ആദർശ വ്യതിയാനമുള്ള മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറില്ല. ബാഫത്തിങ്ങൾ, പൂക്കോയത്തങ്ങൾ, ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ ശിഹാബ് തങ്ങൾ ഇവരുടെ കാലത്തൊന്നും പങ്കെടുക്കാറില്ല. അന്നൊന്നും മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടില്ല. അതിന്റെ കാരണം അവരുടെ ആശയത്തെ അംഗീകരിക്കാത്തവരാണെന്നും അവർ ഷിർക്കിന്റെ പ്രചാരകരാണെന്നും പറഞ്ഞു വെച്ചവരാണ് മുജാഹിദ്. അതുപോലെ തന്നെ ഈ ആശയ വ്യതിയാനം അവരുടെ ഭാഷയിലുള്ള ഈ തങ്ങന്മാർ അവർ വിളിക്കാറില്ല. തങ്ങന്മാരുടെ ആശയപ്രകാരം ആശയ വ്യതിയാനമുള്ള മുജാഹിദ് സമ്മേളനത്തിൽ അവർ പങ്കെടുക്കാറുമില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നാസർ ഫൈസ് കൂടത്തായി ഈ പറയുന്നത് പാണക്കാട് മുൻകാലത്തുള്ള സാദാത്യങ്ങളാരും വഹാബികളുടെ പരിപാടിയിൽ പങ്കെടുക്കാറില്ല, പുത്തൻവാദികളുമായിട്ട് കൂട്ടുകൂടാറില്ല, അവർ അവരെയും ക്ഷണിക്കാറില്ല എന്നാണ്. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല സ്വാദിഖലി തങ്ങൾ പറയുന്നത്. സ്വാദിഖലി തങ്ങൾ ചെയ്യുന്നതും അങ്ങനെയല്ല. സ്വാദിഖലി തങ്ങൾ എല്ലാ തവണയും എല്ലാ റമദാനിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സൗഹൃദ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ ഉദ്ഘാടകനാണ്. വഹാബികളുടെ വിസ്ഡം ഗ്രൂപ്പിൻ്റെ ഇഫ്താർ സംഗമത്തിൽ ബഹുമാനപ്പെട്ടവർ പങ്കെടുക്കാറുണ്ട്. എന്നിട്ട് ഒരു തവണ പങ്കെടുത്തിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് മുൻകാലത്തുള്ള അവരുടെ പിതാക്കന്മാരൊക്കെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് തങ്ങൾ പറയുന്നത്. അതൊന്ന് കേട്ടുവരാം. പക്ഷെ നമ്മളെല്ലാവരും കൂടി കാണലുണ്ട്. എല്ലാവരും പരസ്പരം ജോയി അടക്കം ഞങ്ങളിപ്പോൾ ദിവസം കാണുന്നുണ്ട്. ഇതിൽ തന്നെയാണ് നമ്മുടെ ഇഫ്താർ ചടങ്ങുകൾ. അപ്പോൾ കൂടിയിരിക്കാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് റമദാൻ എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കഴിഞ്ഞ കാല നേതാക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതാണ്. സമൂഹത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനുമൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉള്ള ആ പ്രവർത്തനം, മുൻഗാമികൾ കാഴ്ചവെച്ച ആ ഒരു വലിയ പാരമ്പര്യം മുസ്ലിംകൾക്കിൽ നമുക്ക് ശാഖാപരമായിട്ടുള്ള ഭിന്നിപ്പുകളുണ്ടാവും, ആശയപരമായിട്ടുള്ള ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാവും. എന്നാൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പൊതുവായ വിഷയങ്ങളിൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ കാലം തൊട്ട് സെയ്ദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ കാലം തൊട്ട് സെയ്ദ് ഹൈദർ ശിഹാബ് തങ്ങൾ അതൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. CH മുഹമ്മദ് ഖായ സാഹിബ് ഒക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. വാഫഖി തങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന, അതുപോലെ തന്നെ ശംസുൽ ഉലമാ അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ അവരെല്ലാവരും നമുക്ക് കാണിച്ചു തന്നുള്ള മാതൃക അത് തന്നെയാണ്. അപ്പോൾ ആ മാതൃക തന്നെ നമുക്ക് പിന്തുടർന്നുകൊണ്ട് ഭാവിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ റമദാൻ ആശംസ നേരുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് സ്വാദിഖലി തങ്ങൾ മാത്രമല്ല, ഇനി വേറെ ഒരു തങ്ങൾ കൂടെ വഹാബികളുടെ മുജാഹിദിൻ്റെ സമ്മേളനത്തിൽ പോയിട്ട് പറഞ്ഞത് ഇതുപോലെ ഒരു കാര്യമാണ്. കേട്ടുവരാം. കൂടിയാണ് ബാഫഖി തങ്ങൾ കാണിച്ചു തന്ന മാതൃക. അതേപോലെ എൻ്റെ വന്നി പിതാവിൻ്റെ പിതാവായ പാണക്കാട് PMSA പൂക്കോയ തങ്ങളും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും എൻ്റെ വന്നി പിതാവ് പാണക്കാട് സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങളടക്കം മുജാഹിദ് രണ്ട് വിഭാഗമായി ഇപ്പോൾ ഒന്നിപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇനിയും ആ പാത പിന്തുടർന്ന് ഞാനും ആ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട്. ആയതിനാൽ നമുക്ക് ഇൻഷാ അള്ളാഹു നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിലെ ഒരു സ്വാലിഹായ അമലായി സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുവിട്ടം നൽകി അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പള്ളി. അപ്പോൾ ഒരുപക്ഷെ ഈ തങ്ങന്മാരൊക്കെ പറയുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം എവിടുന്ന് സഹായം കിട്ടിയാലും സ്വീകരിക്കുമെന്നാണ് തങ്ങന്മാർ രാഷ്ട്രീയപരമായിട്ട് ബഹുമാനപ്പെട്ട സ്വാദിഖലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വേണ്ടെന്ന് പറയണ്ടല്ലോ. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എവിടെ നിന്നെല്ലാം നമുക്ക് സഹകരണം കിട്ടും, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ എവിടുന്ന് സഹായം കിട്ടിയാലും സ്വീകരിക്കും. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു കിട്ടണം, ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ മതിയല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ആയാലും അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഇനി ഏത് വിഭാഗമാണ്, ദൈവമുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ ആരാണെങ്കിലും അതൊന്നും നമുക്കൊരു വിഷയമല്ല. എന്നാൽ ഇവിടെ മനസ്സിലാകാത്തൊരു കാര്യം, ഹക്കീം ഫൈസി ആദർശേരിക്കെതിരെ സമസ്ത ഒരു നിയമ നടപടിയെടുത്തിരുന്നു. അദ്ദേഹത്തിനെ സമസ്തയിൽ നിന്നും പുറത്താക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിനൊരു കാരണം അദ്ദേഹത്തിൽ വഹാബി ആശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ, വാഫി സ്ഥാപനങ്ങളിലൊക്കെ ഫിഖ്ഹുൽ മുയസ്സർ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ തറാവീഹിൻ്റെ എണ്ണം ചുരുക്കിയും അതുപോലെ തന്നെ ഖബർ സിയാറത്തിനെ നിരുത്സാഹപ്പെടുത്തിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ കാരണങ്ങളിലൊന്ന് അതാണ്. അപ്പം ആ പറയുന്ന ഹക്കീം ഫൈസി ആദർശേരി വഹാബി ആശയമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ആ ഹക്കീം ഫൈസി ആദർശേരിയെ പുറത്താക്കിയ സമസ്ത.
ആ പുറത്താക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ CIC-യുടെ നേതൃസ്ഥാനത്തിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റി. എന്നാൽ അതേ സ്ഥാനത്തേക്ക് വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആണ് സമസ്ത ഈ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം കേട്ടുവരാം. ഹക്കീം ഫൈസി രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണം. ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധമില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് ആ പറയുന്ന ഹക്കീം ഫൈസി ആദർശേരിയെ വീണ്ടും ഇങ്ങോട്ട് അഥവാ CIC-യുടെ നേതൃസ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് ആ CIC-യുമായിട്ട് സമസ്തയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ്. എന്നാൽ ഈ പറയുന്ന ഹക്കീം ഫൈസി ആദർശേരിയെ CIC-യുടെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാരാ? സാക്ഷാൽ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അദ്ദേഹത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, വാഫികൾ തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് മലപ്പുറത്ത് വെച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. കേട്ടുവരാം. ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർത്തെങ്കിലേ പൂർണ്ണമാകുള്ളൂ. ഹക്കീം ഉസ്താദിന്റെ തിരിച്ചുവരവ്. ഇങ്ങനെ പുറത്താക്കിയാൽ പ്രശ്നം തീരേണ്ടതല്ലേ? തീർന്നില്ല. തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ കാത്തുനിന്നു. എത്ര കാലം കാത്തുനിന്നു? രാജി സ്വീകരിച്ചത് 2023 മെയ് 1-നാണ് എങ്കിൽ തിരിച്ചു വന്നത് 2024 ഓഗസ്റ്റ് 26-നാണ്. എന്ന് വെച്ചാൽ 15 മാസം കാത്തുനിന്നു. എങ്ങനെയെങ്കിലും പരിഹാരമാവട്ടെ, പ്രശ്നമാവട്ടെ. CIC സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ, CIC-യുടെ ഓഫീസ് മരവിച്ചു പോയ ഒരവസ്ഥ, ഒരു മരിച്ച വീട്ടിൽ ചെന്ന ഒരവസ്ഥ. ഇത് പിറകോട്ട് പോവുകയും കുട്ടികളുടെ ആയുസ് പാഴായി പോവുകയും ചെയ്യുന്ന വല്ലാത്ത ദുരവസ്ഥയിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുമ്പോൾ ഇനി എന്ത് എന്ന് നാഥനായ റബ്ബിനോടും നേതാക്കളോടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനെ തുടർന്ന് അവസാനം എന്നാ പിന്നെ ഇനി നമ്മൾ ഇതിനൊരു പരിഹാരം എന്ന നിലക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചർച്ച ചെയ്തപ്പോൾ CIC-യുടെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുകയും അവിടെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ ഐക്യകണ്ഠേനയാണ്, ഒരു അപശബ്ദ പോലും ഇല്ലാതെയാണ് ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവറുകളെ വീണ്ടും തലസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ അവിടെ ഒരു വിഷയം ഉണ്ടായി. എന്താണ്? സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാറ്റി നിർത്തിയ ആളുടെ രാജി നിങ്ങൾ അവിടെ നിന്ന് തള്ളിയത് എന്തിനായെന്ന്. അതാണ് ഇപ്പൊ ആക്ഷേപിക്കുന്ന ഒരു കാര്യം. അത് തള്ളിയതല്ല, അത് സാദിഖ് അലി തങ്ങൾ അപമാനിക്കുന്ന കാര്യമല്ലേ എന്ന്. അല്ലെന്നേ. എന്തുകൊണ്ടെന്നാൽ സാദിഖ് അലി തങ്ങളുടെ സമ്മതത്തോടെയാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. സാദിഖ് അലി തങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ഒക്കെ ഞങ്ങൾ ഈ ജനറൽ ബോഡി യോഗത്തിന് മുമ്പ് ഇത് ചെയ്യാൻ പോകുന്ന രീതി ഇതാണ്, ഇത് ചെയ്യുന്നത് ഇന്ന കാര്യത്തിനാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ ജനറൽ സെക്രട്ടറിയുടെ രാജിയും ബാക്കി സെക്രട്ടറിമാരുടെ രാജിയും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. ആ കണക്റ്റഡ് ആയ വിഷയം പരിഹരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജനറൽ ബോഡിയിൽ നിന്ന് തീരുമാനം വരേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പരമാധികാര സഭയുടെ തീരുമാനം വ്യക്തമാക്കേണ്ടതുണ്ട്. എങ്കിലേ ഇത് നിയമപരമായി നിലനിൽക്കുള്ളൂ. ആ നിലനിൽപ്പ് ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ചെയ്യാം, അതായിക്കോട്ടെ, അങ്ങനെ ചെയ്തോട്ടെ, കുഴപ്പമില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സാദിഖ് അലി തങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയും സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. അല്ലാതെ തങ്ങൾ അപമാനിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്നെ അപമാനിച്ചതാണെന്ന് സാദിഖ് അലി തങ്ങളല്ലേ പറയേണ്ടത്? സാദിഖ് അലി തങ്ങളാണല്ലോ ആ യോഗത്തിൽ വന്നിരുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സമസ്തയിൽ പാണക്കാട് സാദാത്യങ്ങൾക്ക് വേറെ ഒരു നിയമവും സാധാരണക്കാർക്ക് വേറെ ഒരു നിയമം അങ്ങനെയാണോ? 1000 മഹല്ല് അതിൻ്റെ കാതിയൊക്കെ ആകുമ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനും അതുപോലെ തന്നെ വഹാബികളുമായിട്ട് കൂട്ടുകൂടുന്നതിനും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യം കൂടുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ലേ? ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങളല്ലേ? സ്വാദിഖ് അലി തങ്ങൾ വഹാബികളുടെ പരിപാടിയിലേക്ക് പോകുന്നു, അവരുമായിട്ട് സൗഹൃദം പങ്കിടുന്നു. റമദാനൊക്കെ വരണം ഇനി ഇങ്ങനെയൊക്കെ ഒന്ന് കൂട്ടുകൂടാൻ, ഇങ്ങനെ കൂടിയിരിക്കാത്തതിൽ വലിയ വിഷമമുണ്ട് എന്നൊക്കെയാണ് സ്വാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. ഈ വാഫികൾ പറയുന്നത് ഹക്കീം ഫൈസി ആദർശേരിക്ക് നിങ്ങൾ വഹാബിസം ചാർത്തുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കണം. പക്ഷെ അത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് വാഫികൾ പറയുന്നത്. തെളിഞ്ഞാലും തെളിഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ വളരെ കൃത്യമായതല്ലേ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഈ പ്രവർത്തനം. ഇതിനെതിരെ എന്താണ് സമസ്ത ആക്ഷൻ എടുക്കാത്തത്? ഇനി രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മുസ്ലിം ലീഗ് പോലത്തെ സെക്യുലർ രാഷ്ട്രീയ പാർട്ടിക്ക് കൂട്ടുകൂടാൻ കഴിയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട എന്ന് വെച്ചാൽ മതരാഷ്ട്രവാദമാണ്. ഈ ഇന്ത്യ മഹാരാജ്യം ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം, ഇതാണ് അവരുടെ അജണ്ട. ഇതിനു വേണ്ടിയിട്ടുള്ള കളികളാണ്, നീക്കുപോക്കുകളാണ് ഇവർ നടത്തുന്നത്. ഇതിനെന്തിനാണ് മുസ്ലിം ലീഗ് പോലത്തെ രാഷ്ട്രീയ പാർട്ടി തലവെച്ചു കൊടുക്കുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്
ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തന്നെ പറയുന്നത് കേട്ടു നോക്കൂ. ഭരണവുമെന്ന് ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്തിക്കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ആരാധനകളുടെ പൂർത്തീകരണത്തിന് ഇവിടെ മതരാഷ്ട്രവാദം അനിവാര്യമാണ് എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും ഇപ്പോൾ റമദാനിൽ നോമ്പെടുക്കുന്ന നോമ്പൊന്നും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. എത്തണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇസ്ലാമിക ഭരണം വേണം എന്നാണ് ഇവർ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് നടത്തുന്നത്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യൽ ശിർക്കായിരുന്നു. കാരണം അള്ളാഹു അല്ലാത്ത ദൈവേതര ഉടമ്പടിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യലാണ്, അതിന് ഒപ്പുവെക്കൽ പോലെയാണ് നമ്മൾ പോയി വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. എന്നാൽ പിന്നീട് ഇവർ തന്നെ വലിയ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പലയിടത്തും ഇവർ തന്നെ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ചോദിച്ചു, അല്ല ഇപ്പോൾ നിങ്ങൾ ശിർക്ക് അവിടെ പോയി എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ നേരെ ഒരു യൂട്ടേൺ അടിച്ചു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെയാണ്, ഇങ്ങനെ ഉദ്ദേശം വെച്ചാൽ അവിടെ ശിർക്കില്ല എന്നൊക്കെ അവിടെ ഒരു വക്രീകരണം നടത്തി. ജമാഅത്ത് ഇസ്ലാമിക്കാർ അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നേരത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ച വോട്ട് ചെയ്തിട്ടില്ല, ചെയ്യൂല ഖിയാമത്ത്. അപ്പൊ എന്താണെങ്കിലും പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഒരു ഭീകരവാദമുള്ള ഇവരെ എങ്ങനെയാണ് മുസ്ലിം ലീഗ് പോലത്തെ ഒരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടിക്ക് സഖ്യം കൂടാൻ കഴിയുന്നത്? എങ്ങനെയും എവിടുന്ന് സഹായം കിട്ടിയാലും സ്വീകരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദികളിൽ നിന്നും എങ്ങനെയാണ് മുസ്ലിം ലീഗിന് പോലത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് കൂട്ടുകൂടാൻ കഴിയുന്നത്? അതൊക്കെ പോട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവിടുത്തെ തിരുമേനി അത് ജീർണിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികൾക്ക് എങ്ങനെയാണ് സൗഹൃദം പങ്കിടാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊരു സാമ്പാർ സുന്നികളായിട്ടാണ് ഇപ്പോൾ സമസ്ത മാറിയിട്ടുള്ളതെങ്കിൽ ആ സമസ്തയിലേക്കാണോ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഗർവാപ്പസി എന്നൊക്കെ പറഞ്ഞിട്ട് പോയവരൊക്കെ തിരിച്ചു വരണമെന്ന് പറഞ്ഞത്? ഇങ്ങനെ ഒരു സാമ്പാർ സുന്നികളിലേക്കാണോ എല്ലാവരും വന്നു ചേരേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ.